അനീഷിന് അനുമോളോട് ക്രഷ്. അനുമോളോട് മാത്രമല്ല, ജിസേലിനോടും ക്രഷ്. ഇത് കേട്ടതുമല്ല, ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് അനുമോളും അതോടൊപ്പം തന്നെ മറ്റുള്ള മത്സരാർത്ഥികളും പ്രേക്ഷകരും. എന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു. ആ ടാസ്ക് ഇങ്ങനെയാണ്. ആ ടാസ്കിൽ പറഞ്ഞിരുന്നത്, നിങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആയിട്ട് നിങ്ങൾ വെളിയിൽ പോകുന്ന സമയത്ത് ഒരു പ്രസ് മീറ്റിൽ കുറെ മീഡിയക്കാർ വന്ന് നിങ്ങളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ആൻസർ പറയുക എന്നുള്ള ഒരു ടാസ്ക് ആണ് ഇവർക്ക് വെച്ചത്. അതനുസരിച്ച് 8 മത്സരാർത്ഥികളും ചോദ്യം ചോദിക്കണം. അതിൽ 4 ചോദ്യങ്ങളാണ് ഒരാളോട് ചോദിക്കാൻ പറ്റുക. അതനുസരിച്ച് ഓരോരുത്തർ ഓരോ ചോദ്യം ചോദിച്ചു. ആദ്യം പോയത് അനീഷാണ്. അനീഷ് പോയി. അനീഷ് എങ്ങനെയാണ് വിജയിച്ചതെന്നും വിജയിച്ചതിന് നന്ദി പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കാനുള്ള അവസരത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം ഷാനവാസ് ചോദ്യം ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അനുമോളാണ് ചോദ്യം ചോദിക്കുന്നത്. അനുമോൾ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് വീടിന്റെ അകത്ത് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഒരാളോട് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിസേലിന്റെ പേര് പറയുന്നുണ്ട്. കാരണമായിട്ട് അനീഷ് പറയുന്ന കാര്യം ഇതാണ്, ജിസേലിനോട് തോന്നി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറയുന്ന ഒരു പാട്ട് പലപ്പോഴായിട്ട് ജിസേൽ പാടുമായിരുന്നു. ആ പാട്ട് കേട്ടിട്ട് എനിക്കൊരു പ്രത്യേകതരം ഒരു ഇതൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് പ്രണയമൊന്നുമല്ല, അത് പ്രണയത്തിന് ഉപരിയായിട്ട് എന്തോ ഒരു സംഭവമാണെന്നാണ് അനീഷ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ആരോടെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് പിന്നെ അനുമോൾ എടുത്തു ചോദിക്കുന്നുണ്ട്. അനുമോളുടെ ഉദ്ദേശം അനുമോളെ കുറിച്ച് പറയണമല്ലോ എന്നുള്ള ഒരു രീതി കൊണ്ടാണ് അനുമോൾ ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് ബിഗ് ബോസ് വീടിന്റെ അകത്ത് ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, അനുമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയോടും ചെറുതായിട്ട് ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു തരുന്നത് ആ പെൺകുട്ടിയായിരുന്നു എന്ന രീതിയിൽ ഈ പറയുന്ന അനീഷ് പറയുന്നുണ്ട്. അപ്പൊ ഈ അനുമോൾ എടുത്തു പറയുകയാണ്, അത് എനിക്കും തോന്നിയിരുന്നു, ആ അനുമോൾ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കണ്ണിലേക്കൊക്കെ ഈ സാർ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ അനുമോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോളോടും ജിസേലിനോടും ഇടപഴകുമ്പോൾ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു തണുപ്പൊക്കെ തോന്നാറുണ്ട് എന്ന രീതിയിൽ അനീഷ് അവിടെ പറയുന്നുണ്ട്. അത് ഇഷ്ടമെന്നോ പ്രണയമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല, അതിനുപരി എന്തോ ഒന്നാണെന്നാണ് അനീഷ് അവിടെ പറയുന്നത്. എന്തായാലും അനീഷ് ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ജിസേൽ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ജിസേൽ പലവട്ടം അനീഷിനോട് താല്പര്യമാണ് എന്ന രീതിയിൽ ജിസേൽ അവിടെ പറയുന്നുണ്ടായിരുന്നു. അതൊരു തമാശ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അനീഷ് അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവ്. ഈ ജിസേൽ ആയാലും പുറത്തിറങ്ങിയപ്പോൾ പലപ്പോഴും പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ജിസേൽ പറഞ്ഞത്, അനീഷ് എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന രീതിയിൽ ഈ ജിസേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനെ ഒരു ശരിവെക്കുന്ന രീതിയിലാണ് അനീഷ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അനുമോടെ പേര് കേട്ടപ്പോഴത്തേന് വലിയ സന്തോഷമാണ്. അനുമോള് നാണം കൊണ്ട് ഇങ്ങനെ വെക്കുന്നു, ആശ്ചര്യം കൊണ്ട് മുഖം പൊത്തുന്നു, എന്തൊക്കെയായിരുന്നു. എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാസ്ക് അവസാനിച്ചു. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആരിനോട് കാണിക്കുന്ന ഒരു ഫേവറിസം ബിഗ് ബോസിന്റെ, അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു. ഇന്നലത്തെ ടാസ്ക് ജയിച്ചത് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സാബുമോൻ തന്നെയായിരുന്നു. എന്നാൽ ബിഗ് ബോസിന്റെ ചില കാര്യങ്ങൾ, ബിഗ് ബോസ് കണ്ടിട്ടും കാണാതെ നടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഇന്നലെ നടന്ന വേറൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഈ പറയുന്ന അക്ബർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അക്ബറിന് വല്ലാണ്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അനീഷ് പോയി അക്ബറിനെ താങ്ങി നിർത്തുന്നു, വെള്ളം കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ മത്സരാർത്ഥികളായിട്ടുള്ള ആര്യനൊക്കെ അവരൊക്കെ പറയുന്നു, കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു കാര്യം പറയുമ്പോൾ അനീഷ് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവന്നതിന് ശേഷം ആര്യന് ഒഴിച്ചു കൊടുക്കുന്നു. ആര്യൻ ഈ വെള്ളം കുടിക്കുന്നുണ്ട്. കുടിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഒരക്ഷരം മിണ്ടുന്നില്ല. ആര്യന് കൊടുക്കുന്നത് സമയം ഒത്തിരി നേരം അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആര്യൻ്റെ വായിലേക്ക് ആദ്യം വീഴുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് വീഴുന്നത്. ഒത്തിരി നേരം ആ സംഭവം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ബിഗ് ബോസ് മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അനീഷ് ഈ പറയുന്ന അനുമോക്കും നൂറയ്ക്കും സാവുമോനും കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബിഗ് ബോസ് പറയുന്നു, അനീഷ് എന്താണ് ഈ കാണിക്കുന്നത്, കൊടുക്കാൻ പാടില്ല, ഇതൊരു എൻഡ്യൂറൻസ് ടാസ്ക് ആണ്, എന്താണ് ഈ കാണിക്കുന്നത് എന്ന രീതിയിൽ അനീഷിനെ അവിടെ തടയുന്നു. അല്ല, എൻ്റെ ഒരു ചോദ്യം, ആദ്യം എന്തുകൊണ്ട് ബിഗ് ബോസ് ആര്യന് കൊടുത്ത സമയത്ത് തടയുന്നില്ല? ആര്യൻ മാത്രം വെള്ളം കുടിക്കുകയും ബാക്കിയുള്ളവർ വെള്ളം കുടിക്കാൻ സമ്മതിക്കാതെയും ഇരിക്കുന്ന ഒരു സമ്പ്രദായം അതെന്താണ്? അത് കഴിഞ്ഞ് ഈ നൂറയും അനുമോളും പറയുന്നുണ്ട്, ആര്യനോട് തുപ്പിക്കളയാൻ പറ, ആരും കുടിച്ചില്ലയോ ബിഗ് ബോസ്, ഞങ്ങൾക്കും കുറച്ച് കുടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ പറ്റത്തില്ല, ഇറങ്ങിപ്പോ എന്ന രീതിയിലാണ് ബിഗ് ബോസ് അവിടെ പറയുന്നത്. എന്തായാലും അത് കണ്ടപ്പോഴും എനിക്ക് തോന്നി, ആര്യനോട് എന്തോ ഒരു ഫേവറിസം ഉള്ള പോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അനീഷ് അത് കൊടുക്കാൻ വന്നപ്പോൾ പറയണമായിരുന്നു കൊടുക്കരുതെന്ന്. അവൻ കുടിച്ചു കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വന്നപ്പോൾ കൊടുക്കരുതെന്നും പറയുന്നു. എന്താണ് അനീഷ് അവിടെ കൊടുക്കാൻ പോയത് തെറ്റ് തന്നെയാണ്. കാരണം അനീഷിന് അങ്ങനത്തെ ഒരു ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം എത്ര അവർക്ക് വേണ്ടി നല്ലത് ചെയ്താലും ഒടുവിൽ കൊള്ളരുതാത്തവനായി മാറും. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇവരുടെ മുമ്പിൽ മനുഷ്യത്വം ഒന്നും എടുത്തു കഴിഞ്ഞാൽ അവർ പറയും അതൊക്കെ വോട്ടിന് വേണ്ടി ചെയ്യുന്നു എന്ന രീതിയിൽ അവരത് പറഞ്ഞുണ്ടാക്കും. ഇന്ന് രാവിലെ തന്നെ ഈ ഒരു മെഡിസിൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അക്ബർ ഒരു കാര്യം പറഞ്ഞു. ഈ പറയുന്ന സ്റ്റോർ റൂമിന്റെ ബെല്ലടിക്കുന്നു. അപ്പൊ ഈ പറയുന്ന അനീഷ് പോകുന്നു, ബാറ്ററി മാറ്റുന്നു, മെഡിസിൻ എടുക്കുന്നു. അപ്പൊ തന്നെ അക്ബർ കയറി വരുന്നു. അക്ബർ പറയുന്നു മെഡിസിൻ ഇങ്ങ് താ എന്ന രീതിയിൽ പറയുന്നു, മെഡിസിൻ മേടിച്ചെടുക്കുന്നു.
അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇതിന്റെ അകത്ത് അക്ബറിന്റെ മെഡിസിൻ ഇല്ല, ഇത് ഷാനവാസിന്റെ മെഡിസിൻ ആണെന്ന് പറയുമ്പോഴും അത് എനിക്കും ഇല്ലേ ആഗ്രഹങ്ങൾ, ഞാൻ ക്യാപ്റ്റൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി മേടിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ ഇവർ ക്യാപ്റ്റൻ ആയ സമയത്ത് നെവിൻ അതോടൊപ്പം തന്നെ ആര്യൻ, അക്ബർ ഇവർ 3 പേരോട് പറഞ്ഞു സ്റ്റോർ റൂമിലേക്ക് അനീഷിന് പോകാം, അനീഷിന് അവിടുന്ന് മെഡിസിൻ എടുക്കാം, എല്ലാം എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ അത് മേടിച്ചെടുക്കുന്നു. ഈ ഒരു വിഷയം അനീഷ് വെളിയിലിരുന്ന് ഊഞ്ഞാലയിലിരുന്ന് ബിഗ് ബോസിനോട് പറയുകയാണ്, കാണിച്ചത് എനിക്ക് ഒത്തിരി വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്, ഞാൻ മെഡിസിൻ കൊടുക്കുന്നത് പോലും അവൻ അത് ഇഷ്ടപ്പെടുന്നില്ല, അവൻ അതിൻ്റെ അകത്തൊരു ഈ വൈരാഗ്യം കണ്ടെത്തുന്നു എന്ന രീതിയിൽ അനീഷ് അവിടെ പറയുന്നുണ്ട്. കാരണം എനിക്ക് അതൊക്കെ ഒരു സന്തോഷമാണ്, എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഇതൊക്കെ, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നത് എന്ന രീതിയിലൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ ഇവർ ക്യാപ്റ്റൻ ആയ സമയത്ത് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അനീഷ് സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ ആരും കാണാതെ കൊണ്ടുതരൂ എന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോൾ ഞാൻ ഇവർ ക്യാപ്റ്റന്മാരല്ലയോ എന്ന രീതിയിൽ ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഇവര് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അനീഷ് പറയുന്നൊരു കാര്യമാണ്, ഞാനൊരു മെഡിസിൻ കൊണ്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക, അതിലെന്തോ ഗെയിം ഉണ്ട്, അതെന്തോ പ്ലാൻ വെച്ചിട്ടാണ് ഇവരൊക്കെ അതിനെ ചിത്രീകരിക്കുന്നത് എന്നാണ് അനീഷ് പറയുന്നത്. അല്ല, എനിക്കൊരു ചോദ്യമുള്ളത്, ഈ അനീഷ് ഇപ്പൊ മെഡിസിൻ കൊണ്ട് കൊടുത്താൽ ഈ മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നത് കണ്ട് പ്രേക്ഷകർ അനീഷിന് അങ്ങ് വോട്ടുകൾ വാരി കൊടുക്കുമോ? ഈ അക്ബർ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഇനി അക്ബർ ഈ മെഡിസിൻ കൊണ്ട് കൊടുത്തിട്ട് അക്ബർ ഈ ടോപ്പ് 1-ലും ഈ ടോപ്പ് 5-ലും ഒക്കെ വരട്ടെ. കാരണം അത്രമാത്രം ഈ മെഡിസിനിൽ ഒരു വോട്ട് കിട്ടുന്ന രീതിയിൽ എന്തോ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ പറയുന്ന അനീഷ് പറയുന്നത് അത് എൻ്റെ ഒരു മനസ്സിന്റെ ഒരു സുഖമാണ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് ഒരു സംതൃപ്തി തരുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സംതൃപ്തി കിട്ടുന്നതെന്ന് പുള്ളി പറയുമ്പോൾ അതിന് വോട്ടാണ്, അത് പഠിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെ അടിച്ചു താക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞ് അനീഷ് ഈ ഊഞ്ഞാലിരുന്ന് പറയുന്നത് ഷാനവാസിനോട് പോയി പറയുന്നുണ്ട്, അദ്ദേഹം ഈ ജനങ്ങളിലേക്ക് തെറ്റിദ്ധാരണ പരത്തുന്നു, ഈ ജനങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നു എന്ന രീതിയിലൊക്കെ ഇവന്മാർ പറഞ്ഞു വെക്കുന്നു. സത്യത്തിൽ ആരാണ് ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവന്മാരല്ലേ? ഷാനവാസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൂടെ കൂടിയിട്ട് അവനും ഇല്ലാത്ത കഥ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ രാവിലെ ഇതുവരെയായിട്ട് നടന്ന സംഭവങ്ങൾ. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നിട്ട് കാണാം. എന്തായാലും അനീഷിനും അനുമോക്കും മനസ്സിന്റെ ഉള്ളിൽ ഒരു ബോണ്ടൊക്കെ ഉണ്ട്, അത് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഈ അനുമോള് ഒരു ദിവസം മിണ്ടാതിരുന്ന സമയത്ത് അനീഷ് അവിടോട്ട് പോയി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറഞ്ഞൊരു കാര്യം ഇതാണ്, കിലുക്കാൻ പറ്റിയായിട്ട് ഓടി നടന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന രീതിയിൽ അനീഷ് അവിടെ വന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴായിട്ട് അനീഷ് ഉടുപ്പിടുമ്പോഴും പലപ്പോഴും അനുമോളോട് ചോദിക്കും, മേക്കപ്പ് ഇട്ട് തരാൻ ഈ പറയുന്ന അനുമോളോട് പറയും. അങ്ങനെ അവർക്കൊരു ബ്രദർലി ഒരു ഫീൽ എപ്പോഴും കാണുന്നുണ്ട്, ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ട്, ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല ജയിലിൽ വെച്ചും പറയുന്നുണ്ട്, അനുമോളുടെ വിഷമങ്ങൾ പൊട്ടിക്കരഞ്ഞോ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അനീഷിന് മുമ്പിൽ വെച്ച് അനുമോൾ കരയുന്നുണ്ട്. കരയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇപ്പൊ വിഷമമൊക്കെ മാറിയോ എന്ന രീതിയിൽ പറയുന്നുമുണ്ട്. കുറച്ചു നേരം കിടന്നോ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് എപ്പോഴും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും